കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നേരത്തെയും നിരവധി പരാതികളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 വിദ്യാഭ്യാസ രീതി പുലർത്തുന്ന സംസ്ഥാനം എന്നുള്ള ഖ്യാതി നമുക്കുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ കലാലയങ്ങളും ഒക്കെ തന്നെ പല തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങളുടെയും ഗുണ്ടാവിളയാട്ടങ്ങളുടെയും കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ചും SFI പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇനി ക്യാമ്പസുകളെ രക്തരൂക്ഷിതമായ കലാപക്കളങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കോളേജുകൾ ഇതുവരെ തുറന്നിട്ടില്ല. തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഇവരൊക്കെ സമരത്തിന് ഇറങ്ങും. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബുദ്ധിമുട്ടിക്കും. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ ഇല്ലാതെയാക്കും എന്നുള്ള പരാതി നിലനിൽക്കെ തിരുവനന്തപുരം വെഞ്ഞാറമൂടുന്ന് ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നു. അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ മദ്യപ സംഘം അതിക്രമം കാട്ടി ഇടിവള കൊണ്ടുള്ള മർദ്ദനമേറ്റ് വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മദ്യപ സംഘം എങ്ങനെ ക്യാമ്പസിനകത്ത് കയറി? മദ്യപ സംഘത്തിന് ആരനുവാദം കൊടുത്തു? മദ്യപിച്ച് ക്യാമ്പസിനകത്ത് കയറുന്നതും അതുപോലെ പൊതു ഇടങ്ങളിൽ ശല്യമുണ്ടാക്കുന്നതും കുറ്റകരമല്ലേ? അവിടെ എങ്ങനെ സംഘർഷമുണ്ടായി? എന്തായിരുന്നു കാരണം? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. നമ്മുടേതടക്കമുള്ള കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിലാണ് ഇത്തരത്തിൽ ഉള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നത് അത്യന്തം ഖേദകരമാണ്. വെഞ്ഞാറമൂട് MA എഞ്ചിനീയറിംഗ് കോളേജിൽ മദ്യപ സംഘത്തിന്റെ ആക്രമണത്തിലാണ് ഒരു വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായത്. ചെങ്കോട്ടുകോണം സ്വദേശി അൽ അമീൻ എന്ന കുട്ടിക്കാണ് ആക്രമണത്തിൽ ഇടത് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. മറ്റ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ചയാണ് ആക്രമണം ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നുവെങ്കിലും പ്രതികളെ പിടികൂടാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന പരാതിയുമുണ്ട്. കോളേജ് ഡേ ദിനാഘോഷത്തിനിടെയാണ് പുറത്തുനിന്നുള്ള 20-ലധികം പേർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദനം അഴിച്ചുവിട്ടത് എന്ന് പറയുന്നു. കസേരകളും ഇടിവള്ളകളും കൊണ്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ ആക്രമിക്കുകയായിരുന്നു. പിടിച്ചുമാറ്റാൻ എത്തിയപ്പോഴാണ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്. കൂർത്ത മുനകൾ ഘടിപ്പിച്ച ഇടിവള്ള കൊണ്ട് അൽ അമീന്റെ കണ്ണിന് നേരെ ഈ അക്രമ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. കോളേജിലെ തന്നെ ചില വിദ്യാർത്ഥികളാണ് അക്രമികളെ ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നത് എന്നും പറയപ്പെടുന്നു. ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കലാലയമാണോ ഈ MA കോളേജ് വെഞ്ഞാറമൂട്? ഈ ചോദ്യം തീർച്ചയായിട്ടും പൊതുസമൂഹം ചോദിച്ചേ പറ്റൂ. കോളേജിലെ ഒരു പരിപാടിക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ കുട്ടികൾ വിളിച്ചുകൊണ്ടുവന്ന് നേരത്തെ വൈരാഗ്യമുള്ള കുട്ടികളെ മർദ്ദിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇത് എന്ന് തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കോളേജ് അധികൃതർ ഒരു നടപടിയും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നില്ല എന്ന പരാതിയുണ്ട്. യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ പോലും കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. നമ്മുടെ കലാലയങ്ങളെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ നിന്നും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും അതുപോലെ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിരുദ്ധ സംഭവങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള കച്ചവടങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അടക്കം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് ഉടൻ തന്നെ സ്വീകരിക്കണം. പോലീസ് ഈ വിഷയത്തിൽ മാതൃകാപരമായ നടപടി എടുക്കണം എന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവർ ഉണ്ടാക്കുന്നത്. കലാപങ്ങൾ സൃഷ്ടിച്ച് കലാലയങ്ങളെ കലാപഭൂമികളാക്കി മാറ്റാനുള്ള ഇത്തരക്കാരുടെ നടപടികൾക്കെതിരെ ശക്തമായ നിയമ സംവിധാനം കൊണ്ടുവന്ന് അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് വിദ്യാർത്ഥി സമൂഹവും അധ്യാപക രക്ഷാകർതൃ സമൂഹവും ആവശ്യപ്പെടുന്നു. കലാലയങ്ങൾ പഠിക്കാനുള്ളതാണ്. കലാലയങ്ങളിൽ ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങളും അതുപോലെ അക്രമങ്ങളും അതിക്രമങ്ങളും മദ്യപിച്ചെത്തിയ സംഘങ്ങളുടെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഒട്ടും ശ്ലാഘനീയമായ ഒരു കാര്യമല്ല. ഒരു കുട്ടിയുടെ ഇടത് കണ്ണിന്റെ കാഴ്ചയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ വളരെ കാര്യമായെടുത്ത് വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്, ഇവരെ ആരാണ് ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നത്, ആരാണ് അൽ അമീനെ ഇടിച്ച് ആ കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഭംഗം വരുത്തിയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് ഉടൻ തന്നെ കലാലയവും പോലീസും സഹകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്.